ഹോസ്റ്റൽ വിദ്യാർത്ഥി സംഘർഷത്തിൽ ചെവിക്ക് ഗുരുതര പരിക്കേറ്റു. +2 വിദ്യാർത്ഥിയേക്കാണ് സ്കൂൾ അധികൃതർ മതിയായ ചികിത്സ ഉറപ്പുവരുത്തിയില്ലെന്ന പരാതിയൊക്കെ വരുന്നത്. കുന്നംകുളം ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിയായ 17-കാരൻ്റെ ചെവിയുടെ ഒരു ഭാഗം മുറിഞ്ഞു പോയിരുന്നു. അടിയന്തര ശസ്ത്രക്രിയ വേണമെന്ന് ഡോക്ടർ പറഞ്ഞെങ്കിലും ആശുപത്രിയിൽ എത്തിച്ച അധ്യാപകർ കുട്ടിയെ തിരികെ കൊണ്ടുവരികയായിരുന്നു. എറണാകുളം പാലാരിവട്ടം സ്വദേശി ഋദ്ദിക്കിനാണ് സംഘർഷത്തിൽ പരിക്കേറ്റത്. കഴിഞ്ഞ 18-നാണ് കുന്നംകുളം ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്പോർട്സ് ഹോസ്റ്റലിൽ സംഘർഷമുണ്ടാകുന്നത്. ഹോസ്റ്റലിലെ താമസക്കാരായ 10ാം ക്ലാസ് വിദ്യാർത്ഥികൾ +2 വിദ്യാർത്ഥികളെ ആക്രമിക്കുകയായിരുന്നു. മൂർച്ചയുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചായിരുന്നു ആക്രമണം. സംഘർഷത്തിൽ +2 വിദ്യാർത്ഥിയായ ഋദ്ദിക്കിന്റെ ചെവിയുടെ ഒരു ഭാഗം മുറിഞ്ഞുപോയി. തലക്കും മുഖത്തും മുറിവേറ്റു. അധ്യാപകരെത്തി കുട്ടികളെ ആശുപത്രിയിൽ കൊണ്ടുപോയെങ്കിലും സംഘർഷം മറച്ചുവെച്ച് പടിക്കെട്ടിൽ വീണാണ് പരിക്കേറ്റതെന്നാണ് ആശുപത്രിയിലെ ഡോക്ടർമാരോട് പറഞ്ഞത്. എന്നിട്ട് എൻ്റെ അടുത്ത് ഇതിപ്പം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, നല്ല ബ്ലീഡിങ് ഉണ്ട്, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ നീ അടി ഉണ്ടായതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീനിയർ ഞങ്ങളായതുകൊണ്ട് കേസ് ഞങ്ങളുടെ മണ്ടയ്ക്കായിരിക്കും വരുന്നതെന്ന് പറഞ്ഞു. എൻ്റെ അടുത്ത് പറഞ്ഞ സ്റ്റെപ്പിൽ നിന്ന് വീണതാന്ന് പറയാം, പ്രശ്നമൊന്നും വരില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അവിടെ ഹോസ്പിറ്റൽ വാർഡനും എൻ്റെ കോച്ചും കൂടെ കൊണ്ട് ഞങ്ങൾ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഹോസ്പിറ്റലിൽ ചെന്ന് ഡോക്ടറെ ചോദിച്ചപ്പോൾ ഞാൻ സ്റ്റെപ്പ് വേണമെന്ന് പറഞ്ഞു. ഗുരുതര മുറിവായതിനാൽ അടുത്ത ദിവസം ശസ്ത്രക്രിയ വേണമെന്ന് ഡോക്ടർമാർ അറിയിച്ചിരുന്നു. എന്നാൽ കുട്ടിയെ ഇവർ തിരികെ കൂട്ടിക്കൊണ്ടുവരികയായിരുന്നു. വിവരമറിഞ്ഞ് രക്ഷിതാക്കളെത്തി കുട്ടിയെ എറണാകുളത്തേക്ക് കൊണ്ടുവന്നു. ആദ്യം എറണാകുളം ജനറൽ ആശുപത്രിയിലും പിന്നീട് സ്വകാര്യ ആശുപത്രിയിലും ചികിത്സ തേടി. മുറിവ് ഗുരുതരമായതിനാൽ ചെവിക്ക് പ്ലാസ്റ്റിക് സർജറി വേണ്ടി വന്നു. ഈ സ്കൂളുകാരോ അല്ലെങ്കിൽ ഇവനെ കൊണ്ടുപോയി സാർമാർ ആരും ഞങ്ങൾക്ക് ഫോട്ടോ തന്നില്ല. ഇത്രയും വലിയ മുറിവാണെന്നുള്ളത് അവരവിടെ ഹൈഡ് ചെയ്തു. പക്ഷെ എനിക്കിത് ഡോക്ടർ ചികിത്സിച്ച് ഡോക്ടറുടെ കയ്യിലുണ്ടായിരുന്നു ഈ ഫോട്ടോസ്. സാറിന്റെ കയ്യിൽ നിന്നാണ് എനിക്ക് കിട്ടിയത്. എങ്ങനെയാ സാർ മുറിവിൻ്റെന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ എനിക്ക് തന്നുകൊണ്ടാണ് എനിക്ക് ആ മുറിവിന്റെ ഫോട്ടോസ് കിട്ടിയത്. അത് കാണുമ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റില്ല, അത്രയും വലിയ വലിയ മുറിവുകളായിരുന്നു. പ്ലാസ്റ്റിക് സർജറിക്ക് ശേഷം കുട്ടി വീട്ടിൽ വിശ്രമത്തിലാണ്. സംഭവം മറച്ചുവെച്ച സ്കൂൾ അധികൃതർക്കെതിരെ ചൈൽഡ് ലൈനിൽ രക്ഷിതാക്കൾ പരാതി നൽകി. ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ക്യാമറമാൻ സന്തോഷ് തിരുമലക്കൊപ്പം കിരൺകുമാർ, ജനം, കൊച്ചി.